ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈദ് മുബാറക്ക്. ഈദൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഇനിലെ ഈദ്. ഇന്നലെ ഞാൻ ഈദ് വിഷയം എഴുതി അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെയൊക്കെയോ സമയം കിട്ടാതെ അങ്ങനെ പോയി. ഇത് ഈദിൻ്റെ അന്നത്തെയും തലേന്നത്തെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ നോമ്പ് തുറക്കാനുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോമ്പ് തുറക്കാൻ ഞാനൊരു അട ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധന സാമഗ്രികളൊക്കെ ഒന്ന് വേഗം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇതിനൊന്നും പിന്നെ പ്രത്യേകിച്ച് റെസിപ്പി കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നല്ലോ. എല്ലാത്തിനും ഫില്ലിങ്സ് ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എടുക്കും, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ വേറൊരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്താവും എന്നറിയില്ല, ഞാനിങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം എങ്ങനെയാവും എന്നുള്ളത്. ഞാനിതാ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അതിക്കൊരിത്തിരി നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസിക്കാനും. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരത്തി കൊടുത്തിട്ട് പിന്നെ അതിക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മാവ് വെച്ചിട്ട് മറച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ ഒഴിഞ്ഞു കുത്തിർന്ന് കണ്ട് വെറുതെ ഇതിനൊക്കെ സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ വക പണിയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സാധാ ഇങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഈ ഒരു സാധനത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാം എന്നുള്ളതുള്ളൂ കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും സംഗതി ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്, അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഉണ്ടാക്കുന്ന ആ ഒരു അതിൻ്റെ ഷേപ്പിലും ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു എഗ്ഗ് ബോയിലറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്ക് സ്റ്റീം ചെയ്യാനുള്ളതിന് അളന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ സാധനം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, അടച്ച് വെച്ച് കൊടുക്കുക, ഓണാക്കി കൊടുത്താൽ മതി. അതിൻ്റെ ടൈം ആകുമ്പോൾ ആ വെള്ളം വറ്റുമ്പോൾ താനും ഓഫ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഓഫാക്കി കൊടുത്താലും മതി. അപ്പോൾ അതാ ഒന്ന് മാത്രം ഒരിത്തിരി മെലിഞ്ഞു പോയി, ബാക്കിയുള്ളവരൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടപ്പക്രോളായിട്ട് വന്നു തന്നെ കേട്ടോ. അല്ല ഉണ്ടല്ല, ബാക്കി നാളിലും ഞാനിതാ ഉണ്ട രീതിയിൽ ഉണ്ടാക്കിനി കേട്ടോ. അപ്പം പല വിധത്തിലും ഞാൻ ഉണ്ടാക്കി ഉണ്ട്, ചതുരത്തിന് മാത്രമൊന്നുമല്ല. അപ്പോൾ സെനിക്കുട്ടനത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. അപ്പോൾ ഓന് വേഗം മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ചോറിന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. കുക്കർ എൻ്റെ ഇപ്പോഴും പണി റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ തന്നെ മൈലാഞ്ചിട്ടുള്ളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടേനെ. നിയമോളെ കഴിയുമ്പോഴത്തെ പിന്നെയും കുറച്ചൊക്കെ ചോന്നിട്ടുണ്ടേനു. എൻ്റെത് എന്താ ഞാൻ കുറച്ച് സമയം ഇടാൻ ഉണ്ടായി കിട്ടിയുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം, ഇത് ഓർഗാനിക് ആയതുകൊണ്ട് കുറച്ചധികം സമയം കയ്യിലിടണം. പിന്നെ പ്രകൃതി ഭയങ്കര മൂടി ശോകമൂഖമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം പെയ്യും എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയും പെയ്ത് നല്ല പോലെ ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അറഫാ നോമ്പിൻ്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. മഴ ഒന്ന് മാറി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഇടി കഴിഞ്ഞു കേട്ടോ. മഴ ഭൂമിക്ക് തട്ടുന്നതിന് മുന്നേ തന്നെ കറണ്ട് ടാറ്റ ബൈ ബൈ ആണ് പോയിട്ടുണ്ടേന്. പിന്നെ ഞാൻ ചെറുപയറുപ്പേരിക്കുള്ള ചതച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ചതച്ചെടുത്ത് ബാക്കിയൊക്കെ കൈയോടെ ഞവടിഞ്ഞൊക്കെ ശരിയാക്കി എടുത്തിന് കേട്ടോ. പിന്നെ കാക്കാനോട് ഞാൻ കുറേ ദിവസമായിട്ട് കുക്കർ നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പരാവാത്തൊക്കെ മൈൻഡേ കൊടുക്കണുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞേ നാളെ നീ ഇറച്ചി കിട്ടിയാൽ അത് ഉണ്ടാക്കണം, ഇതുണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇറച്ചി വേവിക്കാൻ ഒരു മാർഗം ഉണ്ടാവില്ല കേട്ടോ. വെയിലാണെങ്കിൽ ഞാൻ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ ഗ്യാസുമ്മ ഇറച്ചി വേവിച്ചെടുക്കൽ നല്ല പണിക്കാരൻ കുക്കർ ശരിയാവാത്തതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ മൂപ്പര് അപ്പ കുത്തിർന്ന് അത് ശരിയാക്കണേ. ഇതിന്റെ ആ സാധനം വെൽഡ് ചെയ്ത് കണ്ട് ഇവിടെ അടുത്ത് വെൽഡ് ചെയ്യണോടത്ത് പോയിട്ട് വെൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഇതെന്തൊക്കെയൊക്കെ ആ പുടുത്തത്തിന്റെ സാധനമൊക്കെയാണ് ശരിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അടുത്ത് അയലോകത്ത് നിന്ന് കാറ്റൊക്കെ അടിച്ചുകൊണ്ട് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൽ മിൽക്ക് ഉണ്ടാക്കണത് നിയമോള് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അവലും പാലൊക്കെ കണ്ടപ്പോൾ അവൽ മിൽക്ക് ഉണ്ടാക്കണം.
അപ്പോൾ പഴം ഉണ്ടായിനി. അപ്പോൾ മഴ പെയ്തപ്പോൾ എന്നാൽ ഞാൻ അവിൽ മിൽക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒക്കെ പറ്റൂല, മഴ പെയ്തൊന്നും പ്രശ്നമില്ല, ഒക്കെ അവിൽ മിൽക്ക് തന്നെ വേണം. അപ്പോൾ പിന്നെ എല്ലാവർക്കും അവിൽ മിൽക്കാണ് തുറക്കാൻ സമയത്ത് ഉണ്ടാക്കിയത്. എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നോൽമ്പ്, ബാക്കിയുള്ളവർക്കൊന്നും നോൽമ്പില്ല. സുന്നത്ത് നോമ്പായതുകൊണ്ട് ഞാൻ പിന്നെ കുട്ടികളെയും ആരെയും നിർബന്ധിച്ചാനൊന്നും നിന്നില്ല കേട്ടോ, ഞാൻ മാത്രമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദാ ഇത്രയൊക്കെയാണ് നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ. നോമ്പ് തുറക്കണ വരെ ഞാൻ നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു, പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞേക്ക് ചേമ്പന്താളോലായി ഞാൻ. ആകെ എനിക്ക് എന്താ ഭയങ്കര കുഴക്കും ക്ഷീണവും. പിന്നെ ഞാൻ പെലച്ചൊക്കെ നീച്ചിട്ടും ഉറങ്ങിയിട്ടില്ല, ഉച്ചക്കും എനിക്കൊന്ന് കണ്ണു കാണാൻ കൂടിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് ആകെ ഒരു മന്ദപ്പ് മാതിരി കേട്ടോ. അതിൽ പിന്നെ ഞാൻ ഒരു 9 മണിയായപ്പോൾ തന്നെ ഞാൻ ആൾട്ടായിട്ടുണ്ടേനി. 9 മണിന് മുന്നേ പിന്നെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞുട്ടി സാധനമൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാലത്താണ് കടന്നുറങ്ങിട്ടോ. പിന്നെ അല്ലെങ്കിൽ ഞാൻ പെരുന്നാൾക്ക് തലേ ദിവസം തന്നെ ചിക്കനും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെക്കുന്നതാണ്. ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല, എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം. അതിൽ കടന്നുറങ്ങിയിട്ട് പിന്നെ 3 മണിയായപ്പോൾ ഞാൻ നീച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പം എനിക്ക് ഉറക്കച്ചടവൊക്കെ മാറിയതുകൊണ്ട് പിന്നെ എനിക്ക് ഉറക്കമൊന്നും വരൂല. അപ്പം പിന്നെ ഞാൻ ആ സമയത്ത് നീച്ചിട്ട് പിന്നെ ചിക്കനൊക്കെ കഴുകി വെച്ച് പിന്നെ എന്താ കുറച്ച് ചവ്വരി വേവിക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് പിന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് മുന്നേ കഴുകി വെച്ചിനി കേട്ടോ. ചായക്ക് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടേനി. അപ്പം ഇനി അതൊന്ന് മസാല പുരട്ടിയെടുക്കണം. ചിക്കൻ കടായി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ കലക്കി കൂട്ടണത് എന്താണെന്ന് വെച്ചാൽ ഇത് മൈദയാണോ കോൺഫ്ലവർ ആണോ എന്നറിയാനുള്ളൊരു സൂത്രപ്പണിയാണ് കേട്ടോ. കോൺഫ്ലവർ ആകുമ്പോൾ ഇതിങ്ങനെ കട്ടിക്കൈകാരം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരും, അതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് മൈദയും കോൺഫ്ലോറും ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചറിയില്ല. കോൺഫ്ലോർ ഒരു ഇത്തിരിയും കൂടി കളറ് കുറച്ചുകൂടി ഒരു തൂവെള്ള നിറാണ്, പക്ഷെ എന്നാലും ചില സമയത്ത് വല്ലതും മാറും. അപ്പോൾ ഞാൻ ഏതാണെന്ന് ഉറപ്പൊക്കെ വരുത്തി മസാലയൊക്കെ പറ്റി അവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചവ്വരി എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാമത് ഞാൻ അടുപ്പത്തിട്ടതാണ് കേട്ടോ. ആദ്യം ഞാൻ അടുപ്പത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് ചൂടായി വന്നിട്ട് സിമ്മിലാക്കാമെന്ന് വിചാരിച്ചു. വിചാരം മാത്രമേ നടന്നുള്ളൂ കേട്ടോ. സിമ്മിലാക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തിന് സ്മെല്ല് കേട്ടപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നതാണ്. അപ്പോൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ മുകളിലുള്ള ഭാഗത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് കുത്തി ഇളക്കാതെ അതിൻ്റെ ആ മുകൾ ഭാഗം ഞാൻ വേഗം വേറൊരു അരിപ്പിലേക്ക് മാറ്റി അടിയിൽ നിന്ന് വരണ്ടി കൂട്ടി എടുക്കേണ്ട വിചാരിച്ചു. അപ്പോൾ ഒരു കങ്ങിയ ചോയ ഉണ്ടാവുമല്ലോ. ഇത് നല്ലപോലെ കഴുകിയിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കുമ്പോൾ വലിയ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ചൊവ്വരി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ചൊവ്വരി വേസ്റ്റാക്കി കളയുമ്പോൾ നമുക്കൊരു അടങ്ങാറായി ആവും. അപ്പോൾ ഞാൻ കേക്ക് വൃത്തിയാക്കി അവിടെ എടുത്ത് വെച്ചിരിക്കണേ. പിന്നെ ചിക്കൻ കടായി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചതിനില്ല. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഭയങ്കര സിമ്പിളായിക്കാരം, പിന്നെ എൻ്റേതായിട്ടുള്ള തട്ടിക്കൂട്ടലുകളായിക്കാരം. പിന്നെ അത് ഇന്നിപ്പോൾ റെസിപ്പിയൊക്കെ കാണിച്ചാൽ നിന്നാൽ വീഡിയോ കുറച്ച് ലെങ്ത് ആവും. പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്നത് നേരവും പരവും കഴിച്ചു കേട്ടോ. അപ്പോൾ സമയം നല്ലപോലെ പോകും. അപ്പോൾ ചവ്വരി ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേയും കൂടി ആയപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക. ബാക്കി ഉള്ളതുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നൊക്കെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ആക്കാമല്ലോ. പക്ഷെ എന്നാലും വെറുതെ കളയുമ്പോൾ എല്ലാവരും ഇടങ്ങേറുണ്ട് മാറി കിട്ടിട്ടോ. അപ്പോൾ നമ്മളൊരു ശ്രദ്ധക്കുറവൊക്കെ വരുമ്പോൾ ഇങ്ങനെ പല അബദ്ധങ്ങളൊക്കെ പറ്റും. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചെടുത്തിന്. അടച്ച് വെച്ച് ഫ്രൈ ആക്കണം എന്താ വെച്ചാൽ എന്നാൽ ചിക്കൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് വേവും ചെയ്യും. പിന്നെ ചിക്കന് ഭയങ്കര കരിമ്പുരാന്നാവില്ല, ഒരിത്തിരി സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ചിക്കൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തും ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇറക്ക് മറിച്ചും തിരിച്ചൊക്കെ 2-3 വട്ടമായിട്ട് നമ്മൾ ചിക്കന് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ആ എണ്ണയിൽ ഇട്ടിട്ട് തന്നെയാണ് സവാളയും വഴറ്റിയെടുക്കണത്. അപ്പോൾ അതിങ്ങനെ വഴറ്റി കൊണ്ട് നിന്നപ്പോൾ എനിക്ക് തോന്നി അടിയിൽ നല്ലപോലെ ഈ ചിക്കനൊക്കെ പൊരിച്ചതിൻ്റെ ഭാഗം പിടിച്ചിരിക്കണേ. അപ്പോൾ പിന്നെ അത് തീക്ക് വരുമ്പോൾ ഒരു ചോയ വ്യത്യാസം വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് മാറ്റി ചട്ടീൻ്റെ അടിയൊക്കെ ഒന്ന് പോയിട്ടൊന്ന് കഴുകി ഇട്ടൊക്കെ വീണ്ടും ഞാൻ ആ സവാള തീക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ വലിയ ചോയൊന്നുമില്ല, കരിഞ്ഞ ആ ഒരു ഇതിലേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ സവാള ഒരു തല വാടി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ചോറ്റിക്കില്ല സവാള അരിഞ്ഞെടുക്കണം കേട്ടോ. എൻ്റെ സവാള അരിയുന്ന കത്തിയാണ് കേട്ടോ അത്. അതിൻ്റെ തുമ്പത്തി ഈ ആക്ഷൻ ബ്ലേഡിൻ്റെ മാതിരിയാണ്. അപ്പോൾ അജുനോട് പറയും ഉമ്മാൻ്റെ ആക്ഷൻ ബ്ലേഡാണ് ഇത് എന്നുള്ളത്. ഇത് സവാള കറിയാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരേ കനത്തിലിങ്ങനെ നമുക്ക് ചോറ്റിക്കൊക്കെ ഫ്രൈ ആക്കാനൊക്കെ ഇതാക്കാനേ അടിപൊളിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അതിൻ്റെ അടുക്ക് നമ്മൾ കടായിൻ്റെ മസാലയ്ക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിനു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകവും
പെരിഞ്ചീരകല്ല ചിക്കൻ മസാലയും ഗരം മസാലയും അങ്ങനെയൊക്കെ ചേർത്തിന് കേട്ടോ. ടൊമാറ്റോ സോസ് പിസ്കി പിസ്കി ഒഴിച്ചിട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ പുളി കുറച്ച് കൂടുതലായാൽ കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിന്, അത് ക്യാമറയിൽ കിട്ടിയിട്ടില്ല. പിന്നെ ചിക്കനൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. തൊട്ടപ്പുറത്ത് സവാള ഫ്രൈ ആയി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്, ചോറിനുള്ള സവാള കേട്ടോ. പിന്നെ ഞാൻ പാലൊക്കെ ഒഴിച്ചെടുത്ത് നമ്മളെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഉള്ളിയും ക്യാപ്സിക്കൊക്കെ അതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ വലിയ എൻ്റെ അങ്കത്തട്ടിൽ അധികം കാണാത്ത മല്ലിയിലൊക്കെ ഇതിലേക്ക് ചേർത്ത് വെക്കണം കേട്ടോ. പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാം മട്ടത്തിനാവണ്ടേ. അങ്ങനെ അത് റെഡി. ഇനിയിപ്പോൾ നെയ്ച്ചോറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചായ മാത്രം കുടിച്ചിട്ടാണ് ഇവല് പോയിനത്. ഞാൻ ഒന്നും ഉണ്ടാക്കാത്തത് നേരത്തെ നീച്ച് പള്ളിക്ക് പോകുമ്പോൾ ഇവല് ഒന്നും കഴിക്കാതെയാണ് പോവുക. അങ്ങനെ നോൾട്ടെ ചേച്ചി നമ്മളെ നെയ്ച്ചോറൊക്കെ ഇതാ സെറ്റാക്കി തന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചോറൊക്കെ ഞാൻ സെറ്റാക്കി വെക്കും. അങ്ങനെ ഇതാ ഹിൻ്റെ കുളിയും ദേവാരം മക്കളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് വളയൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പണിയെടുക്കട്ടെ കേട്ടോ. അത് മാംഗോ സാഗോ അല്ലേ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ സാധനം, അതൊന്ന് ട്രൈ ആക്കി നോക്കണം എന്നിങ്ങനെ ആഗ്രഹം ഉണ്ടേനി. അങ്ങനെ ഞാനും അതൊന്ന് ട്രൈ ആക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ നിന്ന് ലാസ്റ്റ് പെരുന്നാൾക്കായി. അപ്പം ഞാൻ മാങ്ങയൊക്കെ ഒന്ന് അരച്ച് എടുത്തിട്ട് പിന്നെ അതിക്ക് നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി ഉണ്ടല്ലോ, ഞാനത് പിന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, തണുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ഇതിന് നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം. ഇൻ്റെ മാങ്ങ ഉണ്ടല്ലോ ഒന്ന് രണ്ടെണ്ണം നല്ല മധുരമുള്ളതിനു, പക്ഷെ അതിൻ്റെ അട്ടൊക്കെ ഒരാൾ പുളി ഉള്ളതായിട്ടോ. ചെറിയൊരു പച്ച കളർ കണ്ട ആൾക്ക് ചെറുതായിട്ടൊരു പുളി ഉണ്ടായിനു. ആ ഒരു ഇതിന് വ്യത്യാസം കാണാനും ഉണ്ടായിന് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, ആ ഒരു പാത്രം നോക്കിച്ചിട്ട് അതേക്കൊന്നും ആയിട്ടില്ലേനി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ കുറച്ച് പുളി മാങ്ങ കുറച്ച് പുളി ഇല്ലതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആ സ്വീറ്റ് അവിടെ റെഡി ആയിട്ടുണ്ടായിന് കേട്ടോ. പുഡിങ് പോലെയൊക്കെ വിളമ്പാന്ന് വിചാരിച്ചിട്ടേ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം നീട്ടി മറ്റേ ഒരു ഡ്രിങ്ക് പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അതൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ചോറ് തിന്നിട്ട് ഞാൻ കേട്ടോ നല്ല വിശപ്പുണ്ട്. രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 3 മണിക്കൊരു ഒരു ചായ കുടിച്ചുമ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓരോ നേരമ്പുളിയൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കുഞ്ഞുട്ടിക്ക് പിന്നെ മറ്റേ ഇതിൻ്റെ അറിവിൻ്റെ പണിക്കൊക്കെ കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് കുഞ്ഞുട്ടി നേരത്തെ ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അലക്കണ തിരക്കിലേനി. അപ്പോൾ എൻ്റെതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ നമ്മളെ സ്വീറ്റ് ചെറിയൊരു പുളി ഉണ്ടായിനി, ആ പുളി ഒഴിച്ചാൽ ബാക്കി അടിപൊളിയായിനി കേട്ടോ. അപ്പം എനിക്കൊരു പേടി ഉണ്ടായിനി, പുളി ഉണ്ടായതുകൊണ്ട് ആരും കഴിക്കൂലേ കാരണം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും കഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിനി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഓൽക്കൊക്കെ അത് ഞാൻ ഇത് ഈ സാധനം ഉണ്ടാക്കി ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ ഇത് താത്തയൊന്നും തണുപ്പ് കഴിക്കാത്തതുകൊണ്ട് താത്ത ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മുത്തച്ഛൻ്റെ മരുകളും മകനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിനി. പുഡിങ്ങും അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവൾക്കേ ഉള്ളതൊക്കെ ഇഷ്ടാവുക. തണുപ്പൊന്നും കഴിക്കാത്തവൾക്ക് അധികം ഇങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവില്ല. ഇതൊക്കെ മിന്നു എടുത്ത വീഡിയോ ആണ് കേട്ടോ. മിന്നു എന്ന് പറയുന്നത് മുത്തച്ഛൻ്റെ മരുകള്, നിങ്ങൾ ഇടയ്ക്ക് വീഡിയോയിൽ കാണും. ഓള് നിയമോളെ കൊണ്ട് ക്യാമറ ഒക്കെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഓള് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ഞാൻ കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ, എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാനിതൊക്കെ കാണുന്നത്. അങ്ങനെ ഓല് വന്നപ്പോൾ പിന്നെ രണ്ടാമത്തെ മുത്തശ്ശനോട് പോകുകയല്ലേ പറഞ്ഞിട്ട് ഇനി ഞാനും ഓല കൂട്ടത്തിൽ പോന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനിയും കൂടി ഓട്ടോശീലൊക്കെ കുത്തി കയറ്റിയാണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. കുഞ്ഞുട്ടിക്ക് ഇവിടെ എടുത്തത്തെ ആക്ക് ഇതുണ്ട് കേട്ടോ, കന്നുണ്ട് അറിവിന്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുട്ടി അതിൻ്റെ ഒപ്പം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതേനി കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓല കൂടെ കൂടിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് നടക്കാണ്ട്, അപ്പൊ ഈ വെയിലത്ത് കുട്ടികളെയും കൊണ്ട് നടന്ന ഒറ്റക്ക് പോകാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഓല് വന്നപ്പോൾ പിന്നെ ഓല കൂടെ ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോസ് ഒക്കെ മിന്നു ഷൂട്ട് ചെയ്തോണ്ട് ഓള് ഷോർട്സിന്റെ ആ റേഷ്യൂലാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാ, ഞാൻ അങ്ങനെയാ ഓടിച്ചെടുത്തേ ഇതുവരെ. അങ്ങനെ ഇവിടെ കുറച്ചു നേരം നിന്ന് ഞങ്ങൾ അവിടെ തട്ടി ഓല് ഇതാ തിരിച്ചു പോയിട്ടോ.
അപ്പൊ ഞങ്ങള് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുഞ്ഞുട്ടി കൊണ്ടാൻ വരാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങള് പിന്നെ അവിടെ നിന്നതാണ് കേട്ടോ കുറച്ചു നേരം കൂടി. ഏതായാലും കുടിക്ക് പോകണമൊന്നുമില്ല. അപ്പൊ പിന്നെ താത്തയും തന്നെ പറഞ്ഞു കുറച്ചു നേരം അവിടെ നിന്നിട്ട് പോവാന്നുള്ള. കുടിക്ക് പോവാത്തുമ്പോ നമുക്ക് ഇങ്ങനെ പെരിയിൽ ഇങ്ങനെ വെറുതെ കുത്തിരിക്കുമ്പോ വേറൊരു ഇടങ്ങേറല്ലേ കാരണം. അപ്പൊ അങ്ങനെ അപ്പൊ അതാ ഞാന് കുഞ്ഞുട്ടി പിന്നെ ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ. ഓല കീസ് കൊടുക്കണം ഫ്രീസർക്കാണ് തള്ളിക്കേട്ടോ. അപ്പൊ എനിക്ക് അത് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് വന്നുകാണ്ട് വേഗം എടുത്തൊക്കെ ആയിട്ട് ഭയങ്കര ഇതേനെ. കാരണം ആകെ ചോരയാക്കും ഫ്രീസറിലൊക്കെ. അപ്പൊ ഞാൻ ഇതാ വന്ന് ബാക്കിയുള്ള പുഡിങ്ങൊക്കെ കുട്ടികൾക്ക് എടുത്ത് കൊടുത്ത്. പിന്നെ അലക്കത്ത് ചേച്ചിക്ക് ചോറ് കൊടുക്കാൻ മറന്നിട്ടുണ്ടേനിട്ടോ. അപ്പൊ ചേച്ചിക്കുള്ള ചോറൊക്കെ വേഗം കുറച്ച് കൊണ്ടേ കൊടുത്ത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം വലിയ മുത്തച്ഛൻ്റെ അടുക്ക് പോവാൻ കേട്ടോ. ഇന്നിപ്പോ കുടിക്ക് പോണില്ല കേട്ടോ. കുടിയില് ആരുമില്ല. ഇമ്മിയും നാത്തൂനൊക്കെ വലിയ ആങ്ങള തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോയതേന്. അപ്പൊ എനിക്കും പോകാനുള്ള ഞാൻ നൈസായിട്ട് ഇത് ഒഴിവായതാണ് കേട്ടോ. ഞാൻ പിന്നെ പെരുന്നാളായതുകൊണ്ട് ഇവിടെ കെട്ടിയോണ്ടപ്പം പെരുന്നാളിന് ഇവിടെ കൂടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോവാതെ നിന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു നമ്മൾ വിരുന്നോണ ആ ഒരു സമയമാകുമ്പോൾ ഒരു ഇടങ്ങേറാണല്ലോ. അപ്പൊ ആ ഒരു സമയമൊക്കെ ഞാൻ അവിടെ ഒക്കെ പോയിട്ട് അങ്ങനെ ആ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ പെരേക്ക് തിരിച്ചെത്തിയ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഇത് വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.